ലളിതാ സഹസ്രനാമത്തിൻ്റെ 85ാമത്തെ മന്ത്രമായ ശ്രീമദ് വാഗ്ഭവകോട്ടൈക സ്വരൂപ മുഖപങ്കജ എന്നുള്ള നാമത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ മന്ത്രസ്വരൂപമാണ്, ദേവിയുടെ സൂക്ഷ്മരൂപമാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം. മനനാത് ത്രായത്തെ ഭയാത്ത്, മനനം ചെയ്യുന്നത് കൊണ്ട് സംസാര ഭയത്തെ ഇല്ലാണ്ടാക്കുന്നു എന്നുള്ളത് മന്ത്രത്തിൻ്റെ ഒരു അർത്ഥമാണ്. ഗായന്തം ത്രായത്തെ എന്നാണ് ഗായത്രി മന്ത്രത്തിൻ്റെ വിശദീകരണം. ഇത് പാടുന്നവനെ ത്രാണനം ചെയ്യുന്നു, സംരക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ രാജ്യം ദേയം പ്രജാം ദേയം ന ദേയ ഷോഡശാക്ഷരി. ഒരാൾക്ക് വേണമെങ്കിൽ ഒരു മഹാസാമ്രാജ്യത്തെ കൊടുക്കാം, എത്ര വേണമെങ്കിലും അവർ ചോദിക്കുന്ന ധനധാന്യാദി പുത്രാദി സമ്പത്തുകളൊക്കെ കൊടുക്കാം, പക്ഷേ ഷോഡശാക്ഷരി കൊടുക്കരുത്, അത് അത്ര രഹസ്യമാണ്, അത്ര പ്രധാനമാണ് എന്നൊക്കെ ശ്രീ ഷോഡശാക്ഷരി മന്ത്രദീക്ഷയെ പറ്റിയിട്ട് പറയും. അപ്പോൾ ഇതിനെ ഗുരുമുഖേന അഭ്യസിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം ഒരു ശാസ്ത്രമാണ്. മന്ത്രത്തെ അഭ്യാസം ചെയ്യുന്നതും അതുപോലത്തെ ആ സാധനയും ഒരു ശാസ്ത്രമാണ്. നമ്മുടെ പൂർവ്വജന്മ സംസ്കാരം അനുസരിച്ചിട്ടുള്ള മന്ത്രദീക്ഷയാണ് ഗുരു നമുക്ക് നൽകുന്നത്. പക്ഷേ ഗായത്രി മുതലായ മന്ത്രങ്ങളൊക്കെ അവരവരുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് ഉപനയനാദി സംസ്കാരങ്ങളൊക്കെ ചെയ്ത് അത് അമ്മാവന്മാരോ ആരോ അല്ലെങ്കിൽ അതിന് അർഹരായ ആൾക്കാർ അതിനെ ഉപദേശിച്ച്, അത് ദീക്ഷ ഇല്ലെങ്കിലും കുലപാരമ്പര്യം അനുസരിച്ച് അഭ്യസിക്കാവുന്ന മന്ത്രങ്ങളാണ് ഈ രാമനാമം, കൃഷ്ണനാമം, ശിവശിവ എന്നുള്ള നാമങ്ങൾ, നാരായണ നാമം, അമ്മ എന്ന് നമ്മൾ വിളിക്കുന്നത്, ലളിതാ സഹസ്രനാമത്തിൻ്റെ മുഴുവൻ അതൊരു മന്ത്രമാല എന്നൊക്കെ പറയും. ഇതുപോലത്തെ നാമസ്മരണങ്ങൾ ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദീക്ഷാ സമ്പ്രദായങ്ങൾ ആവശ്യമില്ല. അരുണാചല മഹാത്മ്യത്തിൽ തിരുവണ്ണാമലയുടെ 32 കിലോമീറ്റർ 32 യോജന ദൂരത്തേക്കുള്ളവർ ആർക്കും തന്നെ ദീക്ഷയുടെ ആവശ്യമില്ല എന്ന് പറയുന്നു. ഈശ്വര സ്മരണ അതിന് സഹായകമാണ് മന്ത്രങ്ങൾ. അത് എത്ര നാമം ജപിച്ചു എന്നുള്ളതിലുപരി ഏത് സ്മരണയോടുകൂടിയാണ് നമ്മൾ ജപിച്ചത് എന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്നു. ഇവിടെ ഈ മന്ത്രസമ്പ്രദായത്തെ പറ്റിയിട്ട് ഏറ്റവും ഒരു കുലസ്ത്രീയെപ്പോലെ മറ്റുള്ള വിദ്യകളൊക്കെ ഈ വേദാദികളൊക്കെ കൂടി പരസ്യമായിട്ട് പറഞ്ഞു നടക്കുന്നതാണ്. പക്ഷേ ഈ ശ്രീവിദ്യ എന്നുള്ളത് ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടി ഭാരതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വിദ്യയാണ്. അതും എടുത്ത ഉടനെ മന്ത്രദീക്ഷ കൊടുക്കുക എന്നുള്ള ഒരു ക്രമം അതിനില്ല. ആദ്യം അവനവൻ്റെ കുലാചാരം അനുസരിച്ചുള്ള ഉപാസനകൾ, അത് കഴിഞ്ഞ് ഗണപതി മന്ത്രം, പിന്നെ ബാല ത്രിപുരസുന്ദരി മന്ത്രം, പിന്നെ പഞ്ചദശാക്ഷരി, ഷോഡശാക്ഷരി എന്നൊക്കെ അതിനൊരു ക്രമം നമ്മുടെ പൂർവാചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. ആ മന്ത്രത്തെ പറ്റിയിട്ടാണ്, പഞ്ചദശാക്ഷരി മന്ത്രത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതിന് നേരത്തെ പറഞ്ഞ മാതിരി 3 കൂട്ടങ്ങളാണ് അതിനുള്ളത്. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. കയേ ഏ ലഹ്രീം ഹ സകലഹ്രീം, സകലഹ്രീം എന്നുള്ളതാണ് എൻ്റെ ശബ്ദം. പക്ഷേ ഇത് ദീക്ഷാരീതിയിലാണ് അറിയേണ്ടത്, ഗുരുമുഖേന മാത്രമാണ് അറിയേണ്ടത്. ഈ 3 കൂട്ടങ്ങൾക്ക് 3 പേരാണ് കൊടുത്തിട്ടുള്ളത്. ദേവി ചിദഗ്നികുണ്ഡത്തിൽ ഉദ്ഭവിച്ചു. ദേവിയുടെ മുഖാരവിന്ദമാണ് കണ്ടത്. മുഖത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. മുഖത്തിലാണ് കണ്ണ്, മൂക്ക്, ചെവി, ജിഹ്വ മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിനാണ് ഏറ്റവും പ്രാധാന്യം. അതുപോലെ ഈ 3 കൂട്ടങ്ങളും കൂടിയിട്ടാണ് ഈ മന്ത്രമെങ്കിലും അതിൻ്റെ മുഖം പോലെയാണ് ഈ പ്രത്യേക കൂട്ടം. ആദ്യത്തെ 5 അക്ഷരങ്ങളുള്ള ഈ കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ, വാഗ്ഭവകൂടം എന്ന് വിളിക്കപ്പെടുന്ന മുഖപങ്കജത്തോടു കൂടിയിട്ടുള്ള ആദ്യത്തെ കൂടമായിട്ടുള്ളവൾ എന്നാണ് ഈ 85ാമത്തെ മന്ത്രത്തിൻ്റെ സാരം.